ശാരദാ മുരളീധരൻ പുതിയ ചീഫ് സെക്രട്ടറിയാകും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി വി വേണു വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ഒളിമ്പിക്സ് ഹോക്കി വെങ്കല മെഡൽ ജേതാവ് PR ശ്രീജേഷിന് 2 കോടി രൂപ പാരിതോഷികം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഡോക്ടർ വേണു ഈ മാസം 31-ന് വിരമിക്കുകയാണ്. ഈ ഒഴിവിലേക്കാണ് ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആകുന്നത്. ഭർത്താവിന് പിന്നാലെ ഭാര്യയും തൊട്ടടുത്ത സമയങ്ങളിൽ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ശാരദയുടെ നിയമനത്തിലുണ്ട്. നിലവിൽ പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. ഭർത്താവിന് ശേഷം ഭാര്യമാർ സെക്രട്ടറിമാരായ ചരിത്രമുണ്ട്. പക്ഷേ തൊട്ടടുത്ത സമയങ്ങളിൽ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് വേണു ശാരദയും എത്തുന്നത് ഇതാദ്യമായാണ്. B. രാമചന്ദ്രൻ, പത്മ രാമചന്ദ്രൻ, ബാബു ജേക്കബ്, ലിസി ജേക്കബ് എന്നിവർ മുമ്പ് ചീഫ് സെക്രട്ടറി പദവിയിലുണ്ടായിരുന്നു. വിരമിക്കുന്ന ഒഴിവിൽ പുതിയ തസ്തിക കൂടി V. വേണുവിന് സർക്കാർ നൽകാൻ ആലോചിക്കുകയാണ്. കാലാവസ്ഥ മാറ്റത്തെക്കുറിച്ച് പഠിക്കാനായി ഒരു കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുമെന്നാണ് വിവരം. അതിന്റെ തലപ്പത്തേക്ക് വേണു എത്തിയേക്കും. അതേസമയം പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ PR ശ്രീജേഷിന് പാരിതോഷികവും പ്രഖ്യാപിച്ചു. 2 കോടി രൂപ നൽകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. സർക്കാർ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ശ്രീജേഷിനെ ആദരിക്കുകയും കായിക താരങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ചടങ്ങാക്കി മാറ്റാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ ഓണക്കാലത്ത് AVI കാർഡ് ഉടമകൾക്ക് 13 അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുന്ന സൗജന്യ കിറ്റുകൾ സപ്ലൈകോ മുഖാന്തരം അനുവദിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.